ഹായ്, എൻ്റെ ശ്രീലങ്കൻ യാത്രകളുടെ 4ാമത്തെ എപ്പിസോഡാണിത്. ഞാനിപ്പോൾ നുവാര എലിയ എന്ന സ്ഥലത്തുള്ള ഓക്ക് റേ സമ്മർ ഹിൽ എന്ന ഹോട്ടലിലാണ്. എൻ്റെ റൂമിൽ നിന്നുള്ള നുവാര എലിയുടെ കാഴ്ചയാണിത്. തണുത്ത പ്രഭാതത്തിൽ ഏതോ ഒരു യൂറോപ്യൻ രാജ്യത്ത് നിൽക്കുന്ന പ്രതീതിയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഇന്നത്തെ എൻ്റെ യാത്ര ഒരു രാമായണ യാത്രയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാമായണത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ചില സ്ഥലങ്ങൾ കാണുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ശ്രീലങ്കയുടെ ലിറ്റിൽ ഇംഗ്ലണ്ട് എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന നുവാര എലിയ രാജ്യത്തിന്റെ മധ്യ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആകർഷകമായ നഗരമാണ്. ശ്രീലങ്കയിലെ ഏറ്റവും ഉയർന്ന നഗരങ്ങളിലൊന്നായ തണുത്ത കാലാവസ്ഥയും പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങളുമുള്ള നുവാര എലിയ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6128 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇംഗ്ലണ്ടിലെ ഒരു വസന്തകാല ദിനത്തോട് സാമ്യമുള്ള കാലാവസ്ഥയുള്ള ഇവിടുത്തെ നഗരദൃശ്യങ്ങളിൽ ബ്രിട്ടീഷ് ചുവയുള്ള കൺട്രി കോട്ടേജുകളും ക്യൂൻ ആൻഡ് ശൈലിയിലുള്ള മാളികകളും കാണാൻ കഴിയും. ഉഷ്ണമേഖലാ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഒരു വിശ്രമ സ്ഥലം എന്ന നിലയിൽ വികസിപ്പിച്ചെടുത്ത ഈ നഗരത്തിന്റെ ഉത്ഭവം ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിലാണ്. നുവാര എലിയുടെ ഹിൽ സ്റ്റേഷൻ ഡിസൈൻ, കെട്ടിടങ്ങളുടെ വാസ്തുവിദ്യ, പൂന്തോട്ടങ്ങൾ, തേയിലത്തോട്ടങ്ങൾ എന്നിവയിൽ ബ്രിട്ടീഷ് സ്വാധീനം പ്രകടമാണ്. ശ്രീലങ്കൻ ബ്രിട്ടീഷ് സംസ്കാരങ്ങളുടെ ഇഴകിച്ചേരൽ ഇവിടെയുള്ള ഗ്രാൻഡ് ഹോട്ടലും പോസ്റ്റ് ഓഫീസും പോലെയുള്ള കൊളോണിയൽ കാലഘട്ടത്തിലെ ലാൻഡ്മാർക്കുകളിൽ കാണാൻ കഴിയും. വിക്ടോറിയ പാർക്ക്, ഗ്രിഗറി തടാകം, ഹഗ്ഗാല ബൊട്ടാണിക്കൽ ഗാർഡൻസ് തുടങ്ങിയ ജനപ്രിയ ആകർഷണങ്ങൾ നഗരത്തിന്റെ കൊളോണിയൽ ഭൂതകാലത്തിന്റെ ഉദാഹരണങ്ങളാണ്. സിംഹളരും തമിഴരും മറ്റു വംശീയ വിഭാഗങ്ങളും ഒരുമിച്ച് വസിക്കുന്ന നുവാര എലിയയിലെ ജനസംഖ്യ വൈവിധ്യമാർന്നതാണ്. പ്രദേശത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുന്ന പ്രാദേശിക തേയില വ്യവസായത്തിൽ നിരവധി തമിഴർ ജോലി ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവിടെയുള്ള എലിസബത്തൻ മാനറിന്റെ ശൈലിയിൽ രൂപകൽപ്പന ചെയ്ത ഒരു 4-സ്റ്റാർ ബോട്ടിക് ഹോട്ടലായ ഗ്രാൻഡ് ഹോട്ടൽ. സിലോണിലെ 5ാമത്തെ ഗവർണറായിരുന്ന സർ എഡ്വേർഡ് ബാൻസിന്റെ അവധികാല വസതിയായി 1828 നിർമ്മിച്ച ഈ ഹോട്ടലിൽ പരമ്പരാഗത രൂപകൽപ്പന സംരക്ഷിക്കുന്ന 3 പ്രസിഡൻഷ്യൽ സ്യൂട്ടുകളും ഒരു ഗവർണർ സ്യൂട്ട് ഉൾപ്പെടെ 154 മുറികളുണ്ട്. വിക്ടോറിയ രാജ്ഞിയുടെ പേരിലുള്ള ഒരു മനോഹരമായ പാർക്കും ഇതിനകത്തുണ്ട്. മധ്യപ്രവിശ്യയിലെ റംബോഡ എന്ന സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. സ്ട്രോബെറി ഫാമുകളും തേയിലത്തോട്ടങ്ങളും നിറഞ്ഞ ഈ പാതയിൽ ചരിത്രപരവും ഇതിഹാസപരവുമായ നിരവധി സ്ഥലങ്ങളുണ്ട്. നുവാര എലിയയിൽ നിന്ന് 16 കിലോമീറ്റർ അകലെയുള്ള ഹഗ്ഗല ബൊട്ടാണിക്കൽ ഗാർഡൻ 28 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പൂന്തോട്ടമാണ്. 1861 ജോർജ് ഹെൻറി കെൻഡ്രിക്കിന്റെ കീഴിൽ സ്ഥാപിതമായ ഈ ഉദ്യാനം തുടക്കത്തിൽ മലേറിയ മരുന്ന് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സിങ്കോണ എന്ന സസ്യം കൃഷി ചെയ്യുന്നതിനുള്ള ഒരു പരീക്ഷണ സൈറ്റായിരുന്നു. ഇത് പിന്നീട് ഒരു തേയിലത്തോട്ടമായും അതിനുശേഷം ഇന്നത്തെ ബൊട്ടാണിക്കൽ ഗാർഡനായും പരിണമിച്ചു. അക്കാലത്ത് പ്രാഥമികമായി ഗവേഷണത്തിനും സ്വകാര്യ ആസ്വാദനത്തിനുമായി ഉപയോഗിച്ചിരുന്ന ഈ പൂന്തോട്ടത്തിലേക്ക് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. പ്രാദേശിക നാടോടി കഥകളിൽ, ഹൈന്ദവ ഇതിഹാസങ്ങളിൽ വിവരിച്ചിരിക്കുന്ന രാമായണത്തിലെ അശോകവതിക ആയിട്ടാണ് ഈ ഉദ്യാനം അറിയപ്പെടുന്നത്. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ച ഈ പ്രദേശം പിന്നീട് സീത എലിയ എന്ന് വിളിക്കപ്പെട്ടു. ഹഗ്ഗല പാറയുടെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ പുരാതന തോട്ടമായിരുന്ന അശോകവടിയുടെ സ്ഥലമായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. സീത എലിയിലുള്ള രാമായണവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് സീതാജർണ എന്ന അരുവിയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സീതാ അമ്മാൻ ക്ഷേത്രവും. ഇതിഹാസമനുസരിച്ച് തന്റെ സഹോദരിയായ ശൂർപ്പണഖയോട് കാണിച്ച അനാദരവിന് പ്രതികാരമായി രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ തന്റെ കൊട്ടാരത്തിൽ താമസിക്കാൻ വിസമ്മതിച്ച സീതയെ രാവണൻ ബന്ദിയാക്കിയത് അശോകവടികയിലെ ശിംശാപ മരത്തിന്റെ ചുവട്ടിലായിരുന്നു. തന്നെ രക്ഷിക്കുവാനായി രാമൻ വരുന്നതുവരെ ധ്യാനിക്കുവാൻ നിശ്ചയിച്ച സീതയ്ക്ക് വേണ്ടി രാവണൻ സൃഷ്ടിച്ച അശോകവടിയിലാണ് ഈ സ്ഥലം. രാവണന്റെ പത്നി മണ്ഡോദരി സീതയെ കാണാനും
വന്നതും ഹനുമാൻ സീതയെ ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ തെളിവിനായി രാമന്റെ മോതിരം കാണിച്ചതുമൊക്കെ ഇവിടെ വെച്ചാണ് എന്നാണ് വിശ്വാസം. അസുര സ്ത്രീകളുടെ കാവലിൽ സീത കുളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന സ്ഥലമാണ് ഇവിടെയുള്ള അരുവിയും പാറകളും. ഹനുമാനും രാവണന്റെ രാജകീയ ആനയും അവശേഷിപ്പിച്ച മുദ്രകളാണ് സമീപത്തുള്ള പാറയിൽ കാണുന്ന ആഴത്തിലുള്ള കുഴികൾ എന്നാണ് വിശ്വാസം. ആദ്യമായി ലങ്കയിലെത്തിയ ഹനുമാൻ അശോകവടിയുടെ ഭൂരിഭാഗവും നശിപ്പിച്ചു. സീതാ അമ്മൻ ക്ഷേത്രം, സീതൈ അമ്മൻ തിരുക്കോവിൽ, അശോക് വാടിക, സീതാക്ഷേത്രം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ കൊച്ചു ക്ഷേത്രം ഒരു പുരാതന വൈഷ്ണവ ഹിന്ദു ക്ഷേത്രമാണ്. ഇപ്പോഴത്തെ ക്ഷേത്രം 2000-ന്റെ തുടക്കത്തിൽ നിർമ്മിച്ചതാണെങ്കിലും ഇതിന്റെ സ്ഥാനം വളരെ കാലമായി ഒരു പുണ്യസ്ഥലമായിരുന്നു. തുടക്കത്തിൽ സമീപത്തുള്ള അരുവിൽ നിന്ന് കണ്ടെത്തിയ രാമനെയും ലക്ഷ്മണനെയും സീതയെയും പ്രതിനിധീകരിക്കുന്ന കല്ലുകളുള്ള ഒരു ലളിതമായ ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യൻ തമിഴരെ തൊഴിലാളികളായി കൊണ്ടുവന്നപ്പോൾ അവർ നിലവിലെ ക്ഷേത്രം പണിതു. ശ്രീലങ്കയിലെ ഇന്ത്യൻ തമിഴരാണ് ഇപ്പോഴും ക്ഷേത്രം പരിപാലിക്കുന്നത്. ഈ ക്ഷേത്രം ലോകത്തിലെ ഏക സീതാക്ഷേത്രമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പരിപാടികളൊക്കെ നടക്കുകയാണ്. ഞങ്ങൾ രാവിലെ വന്നതുകൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല. കുറച്ചു കഴിയുമ്പോൾ ധാരാളം ഭക്തജനങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ് ഇത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചെറുപ്പകാലം മുതൽ കേട്ടു വളർന്ന ഒരു ഇതിഹാസത്തിലെ കഥകൾ നടന്ന സ്ഥലങ്ങൾ നേരിട്ട് കാണുക എന്നുള്ളത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഇവിടെ നടന്ന ആ സംഭവങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ കുറച്ചു സമയമെങ്കിലും എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി എന്നുള്ളത് ഒരു സത്യം മാത്രമാണ്. ഇനിയുമുണ്ട് രാമായണവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഇവിടെ. ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികളെ ലക്ഷ്യം വെച്ച് ശ്രീലങ്ക നടത്തുന്ന രാമായണ ടൂറിസം പാതയിലെ 50ഓളം സ്ഥലങ്ങളിലെ പലതും ഞങ്ങൾ യാത്ര ചെയ്യുന്ന ഈ പാതയിലാണ്. ഹനുമാൻ ആദ്യമായി ലങ്കയിൽ കാലുകുത്തിയ സ്ഥലവും സീതാദേവി അഗ്നിപരീക്ഷ നടത്തിയ സ്ഥലവും ഒക്കെ അടുത്ത വീഡിയോയിൽ.